ഇന്നത്തെ വീഡിയോ മുരിങ്ങ ഇലയും ഹെന്ന പൗഡറും വെച്ച് തയ്യാറാക്കുന്ന നാച്ചുറൽ ഹെയർ ഡൈ പാക്കാണ്. ഒരുപാട് ഹെയർ ഡൈകൾ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ മുടി നരക്കുന്നത് ഓരോ ആളിലും വ്യത്യസ്തമായിട്ടാണ്. ചിലവർക്ക് പാരമ്പര്യം മൂലം ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരക്കാറുണ്ട്. പിന്നെ പല അസുഖങ്ങൾ കൊണ്ടും തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും മുടി നരയ്ക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, സ്ട്രെസ്സ്, കെരാറ്റിൻ ഡെഫിഷ്യൻസി, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിന് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ വരുന്ന നമ്മളുടെ ഈ നരയും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റാനുള്ള ഒരു പ്രധാന ഡ്രിങ്കാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. അതിന് വേണ്ടി നമുക്ക് ത്രിഫല ചൂർണ്ണമാണ്. ഇത് നമുക്ക് എല്ലാ ആയുർവേദ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കോട്ടയ്ക്കൽ പോലെയുള്ള നല്ല ഒരു ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇതിന് വളരെ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഡെയിലി 1 ടീസ്പൂൺ അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കുറച്ച് ആറിയതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്താണ് കേട്ടോ കുടിക്കേണ്ടത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ ഡോക്ടറുടെ സമ്മതം ഇല്ലാതെ ഇതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അടുത്തതായി ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഹെയർ ഡൈ പാക്കാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ഞാൻ 2 സ്പൂൺ ഇവിടെ കുതിരാനായി വെക്കുന്നുണ്ട്. നമുക്ക് തലേ ദിവസം രാത്രി തന്നെ ഇത് കുതിർത്ത് വെക്കുന്നതാണ് നല്ലത്. പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുതിരാനായി ഞാൻ ഇളം ചൂട് വെള്ളമാണ് ഇതിലൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അടുത്തതായി നമുക്കൊരു ഡിക്കോഷൻ തയ്യാറാക്കണം. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഡിക്കോഷൻ തയ്യാറാക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ ബ്രൂ കോഫി തന്നെ വേണം, അല്ലെങ്കിൽ നെസ്കോഫെ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങ ഇലയാണ്. ഈ മുരിങ്ങ ഇല ഞാൻ 2 കൈപ്പിടിയോട് എടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങയില നമുക്കറിയാം മുടി വളർച്ചയ്ക്കും മുടി നര കുറയ്ക്കാനും എല്ലാത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണാം. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ അകാലനര തടയാനും വരുന്ന മുടി നല്ല കറുപ്പ് കിട്ടാനും നമുക്ക് സഹായിക്കുന്നുണ്ട്. മുരിങ്ങയില ഇല്ലാത്തവർക്ക് അതിൻ്റെ പൗഡറും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തായി നമുക്ക് വേണ്ടത് കറിവേപ്പില. നമ്മുടെ വീട്ടു വളപ്പിലുള്ള കറിവേപ്പില തന്നെ വേണം നമുക്ക് ഈ ഡൈ ഉണ്ടാക്കാൻ. അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഈ മുരിങ്ങയില എടുത്ത് ഇതിൻ്റെ അത്രയും തന്നെ കറിവേപ്പിലയും ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. സവോള നമ്മുടെ മുടി വളർച്ചയ്ക്കും പിന്നെ നര മാറാനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് സവോള. അപ്പോൾ നമ്മൾ സവോള ഇട്ട് എണ്ണ ഉണ്ടാക്കി മുടിയിൽ തേച്ചാൽ നന്നായി തന്നെ മുടി കറുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സവോളയ്ക്ക് അത്രയും ഗുണങ്ങളുള്ളതാണ് മുടി കറുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവോളയുടെ പകുതി എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കോഫി ഡിക്കോഷൻ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് ഒരു 15 മിനിറ്റ് സമയം നമ്മളിത് തിളപ്പിക്കണം. അപ്പോഴാണ് ഇത് നല്ല ജെല്ലായി വരുന്നത്. ആ 15 മിനിറ്റ് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ഈ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഇലേൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്ത് അധിക സമയം തിളച്ച് കുറുകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ഇതിന് ഹെന്ന പൗഡറിന് പകരം മൈലാഞ്ചി ഇലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ മുരിങ്ങ ഇല അരക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ സമയത്ത് ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. മുരിങ്ങ ഇലയും കറിവേപ്പിലയും എടുത്തതിൻ്റെ ഇരട്ടി വേണം നമ്മൾ മൈലാഞ്ചി ഇല എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഈ ഫ്ലാക്സ് സീഡ് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ കട്ടിയാവും, പിന്നെ നമുക്ക് അരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ വേണം അരിച്ചെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊരു തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നന്നായി തന്നെ പിഴിഞ്ഞ് അരിച്ചെടുക്കാം. ഞാനിത് കുറേശ്ശെയായി അരിപ്പയിൽ അരിച്ചെടുത്താണ്. ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ജെല്ല് മുഴുവനായും തന്നെ അരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പലരും പറയാറുണ്ട് ഇത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നില്ല, അപ്പോഴാണ് നമ്മൾ വീണ്ടും കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സ്ഥിരമായി കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, വീണ്ടും കെമിക്കൽ ഡൈ ഉപയോഗിക്കാതെ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഞാനൊരു ഡൈ പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി അപ്ലൈ ചെയ്താൽ മതി. അത് 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക്
മുടി കറുപ്പിക്കാൻ പറ്റും. ക്രമേണ നമുക്ക് ഇതുപോലെ ഇല്ല നാച്ചുറൽ പാക്ക് ഇടുമ്പോൾ മുടി നന്നായി കറുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഡൈ ഉണ്ടാക്കാനായി ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ലോഹഭസ്മമാണ്. ലോഹഭസ്മം നമ്മുടെ മുടി കറുക്കാൻ വളരെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുടിക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതും നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാനിവിടെ കോട്ടയ്ക്കലിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. ഇനി വലിയ വിലയൊന്നുമില്ല. ഈ ചെറിയൊരു പാക്കറ്റിന് 80 രൂപയാണ് കേട്ടോ ഞാൻ കൊടുത്തത്. വലിയ പാക്കറ്റിനുണ്ട് 500 രൂപയുടെയൊക്കെയുള്ള പാക്കറ്റും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം. ഞാൻ പലപ്പോഴും ഓൺലൈനിലും വാങ്ങിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ജെല്ല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. തണുക്കാൻ വെക്കരുത് കേട്ടോ. അഥവാ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ ഒരു ദിവസത്തിന് ശേഷമാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ ചീനച്ചട്ടിയിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നന്നായി മിക്സ് ആവാൻ വേണ്ടി. ഈ ജെല്ല് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അടുത്ത പാക്ക് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ തന്നെ ഇടേണ്ടി വരും. അത് അവരവരുടെ മുടി നരക്കുന്നതിനനുസരിച്ച്. ചിലവർക്ക് പെട്ടെന്ന് മുടി വളർച്ചയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ റൂട്ടിൽ നര കാണും. പിന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ ജെല്ല് എടുക്കുന്നതെങ്കിൽ അത് ഫ്രീസറിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോകട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാതെ നിങ്ങളുടെ മുടിയിലുള്ള നര പെട്ടെന്നൊന്നും അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല മറ്റ് പല സിവിയറായിട്ടുള്ള അസുഖങ്ങൾക്ക് നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ റിസൾട്ട് കുറച്ച് കുറയുന്നതാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിനേക്കാളും സേഫായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ജെല്ല് ഞാനിത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഉപയോഗിക്കാൻ എടുക്കുന്നത്. അന്നേരം നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്താൽ നമ്മളെ ഈ ഹെന്ന പാക്കിന് നല്ല കളർ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോഴും നമുക്ക് തൈര് അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഴകിയ തൈരാണ് കേട്ടോ നല്ലത്. അങ്ങനെയുള്ള തൈര് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് എന്തായാലും നമ്മൾ 2 മണിക്കൂറെങ്കിലും വെച്ചാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. പിന്നെ നീരിറക്കമോ മറ്റ് വല്ല അസുഖങ്ങളോ ഉള്ളവർ അതിനനുസരിച്ച് ചെയ്താൽ മതി. അതുമാത്രമല്ല നീരിറക്കമുള്ളവർ കുളി കഴിഞ്ഞിട്ട് രാസ്നാദിപ്പൊടി പോലെയുള്ള എന്തെങ്കിലും തലയിൽ ചൂടാക്കി തിരുമ്മി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ മുടി കാണിച്ചു തരാം. ഞാൻ 2 ആഴ്ച മുന്നേ ആണ് കേട്ടോ ഞാൻ ഹെന്ന ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടില്ല അതിൻ്റെ പാക്ക് ഇട്ടത്. പക്ഷെ ഒട്ടും തന്നെ നര വന്നിട്ടില്ല. കുറച്ച് മാത്രം ഇതാ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇത്ര മാത്രമേ നരയുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ഈ പാക്ക് ഇടും. ഞാൻ എപ്പോഴും ഒരു 2 ആഴ്ച കൂടുമ്പോൾ പാക്ക് ഇടുന്നതാണ്. കൂടുതൽ നര വരാൻ കാത്തു നിൽക്കാറില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഫുൾ ബ്ലാക്ക് ആയിട്ട് തന്നെ ഉണ്ടാകും. അതുമാത്രമല്ല നമ്മളെ മുടി കൊഴിച്ചലും മാറും. മുടി നല്ല സിൽക്കി ആയി കാണും. ഇപ്പം നിങ്ങൾ എൻ്റെ മുടി കണ്ടില്ലേ, നല്ല തിക്ക് ഹെയർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ മുടി കൊഴിച്ചലും മാറി. മുമ്പേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ മുടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് നന്നായി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കുളി കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷമുള്ള മുടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.